അപ്പം അത് കാണിക്കണം. അത് കൂടാണ്ട് നിങ്ങൾ IP അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചും കൊണ്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് വാട്സപ്പിലും എല്ലായിടത്തൊക്കെ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട് IP അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചും കൊണ്ട്. അപ്പം അങ്ങനെ IP അഡ്രസ്സും അതർ ലൊക്കേഷനും വന്നതിൽ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് 2 സ്ഥലത്തുനിന്ന് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. 2 IP ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഫോൺ ഞാൻ യൂസ് ചെയ്തതാണ്. അതായത് ഒന്ന് ഞാൻ എറണാകുളത്തുനിന്ന് താമസിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഞാൻ തൃശ്ശൂർ പോയപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം തൃശ്ശൂർ പോയപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പുതിയൊരു ഫോൺ എടുത്തു, അവിടെ നിന്ന് യൂസ് ചെയ്തു. ഞാൻ 2 IP അഡ്രസ്സായി. കാരണം മൊബൈലിൽ കിടക്കുന്ന IP വേറെ, എറണാകുളത്ത് നിന്നപ്പോൾ 2 IP അഡ്രസ്സായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് അതിൽ അപ്രൂവൽ തന്നിരുന്നു കാര്യങ്ങളൊക്കെ. കാരണം ആ ടൈമിൽ എനിക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടി. ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് അവിടെ നിന്ന് തൃശ്ശൂർ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പോഴും ആ ടൈമിലൊന്നും എനിക്ക് ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടില്ല. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾ IP അഡ്രസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പേടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമുക്ക് അക്കൗണ്ട് സർവീസ് തന്നോർക്കുള്ള എല്ലാ സൊല്യൂഷൻസും കാര്യങ്ങളും അതിനുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മളെല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഇതേപോലെ ചെയ്തു തരും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത്. നമ്മൾ കാരണം ഞാൻ ലൈവിൽ ട്രേഡ് എടുക്കുന്ന ടൈമിലും ഞാൻ 2 സ്ഥലങ്ങളിൽ നിന്ന് ലോഗിൻ ചെയ്തതാണ്. ഒന്ന് ലോഗിൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരും, 2 ലോഗിൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്തും വെച്ചിട്ടാണ്. അപ്പം അതും എറണാകുളത്ത് എൻ്റെ വീടാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് ലോഗിൻ ചെയ്തു. അതിനുശേഷം തൃശ്ശൂർ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ലൊക്കേഷനിലാണ്. ഏകദേശം ഒരു 2 മാസത്തോളം തൃശ്ശൂർ ഞാൻ ഉണ്ടായിരുന്നു. ആ 2 മാസം ഞാൻ ട്രേഡ് എടുത്തതും തൃശ്ശൂരിൽ നിന്നാണ്. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ഫോണിനൊരു ഇഷ്യൂ വന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു ഫോൺ വാങ്ങി അവിടെ നിന്ന്. ആ പുതിയൊരു ഫോണിൽ ഞാൻ എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും ആഡ് ചെയ്തു. ഞാനത് ആഡ് ചെയ്യണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡ് ചെയ്യണതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടാണ് ഞാൻ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഡൗട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ സർവീസ് എടുക്കുന്നവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് കിട്ടുന്നതിന് മുമ്പ് നമ്മളോട് സംസാരിച്ചാൽ മതി. നമ്മളതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് അതേപോലെ മാത്രം ചെയ്താൽ മതി. അതിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കാനായിട്ടില്ല. നമ്മുടെ ഫുൾ സപ്പോർട്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. അതോർത്തൊന്നും ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് 2 IP ചെയ്യാം, 2 ലൊക്കേഷനും ചെയ്യാം. നിങ്ങൾ അതിനു മുമ്പ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവരോട് ചാറ്റ് ചെയ്യുക. അതായത് നിങ്ങളിത് ലോഗിൻ ചെയ്യണതിന് മുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണതിന് മുമ്പോ കസ്റ്റമർ സർവീസുമായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് വെക്കുക. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ സർവീസിനോട് ചാറ്റ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയുക, എനിക്ക് ഇതേപോലെ 2 ലൊക്കേഷനും 2 IP ലോഗിനൊക്കെ ചെയ്യണം, അപ്പോൾ അതൊന്ന് അപ്രൂവ് ചെയ്ത് തരിക, നിങ്ങൾ തന്നെ ഇരിക്കും ലോഗിൻ ചെയ്യുക എന്ന രീതിയിലൊക്കെ അവരോട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് തരും. കാരണം നിങ്ങളുടെ കയ്യിൽ വരുന്ന പേ ഔട്ടോ കാര്യങ്ങളോ ഒന്നും അവർ റിജക്റ്റ് ചെയ്യില്ല. നമ്മൾ ജെനുവിൻ ആണെന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും അവർ റിജക്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലൊരു പ്രശ്നം കിട്ടിയതാണ്. പക്ഷേ അവരെനിക്കത് സോൾവ് ചെയ്ത് തന്നതാണ്. ഇതേപോലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IP അഡ്രസ്സിൻ്റെയും ലൊക്കേഷൻ്റെയും അല്ല. ഞാൻ അന്ന് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസിൽ ട്രേഡ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്കൊരു പ്രശ്നം വന്നതാണ്. ഞാനപ്പോൾ അവർക്ക് ചാറ്റ് ചെയ്തു. ഞാൻ അവരോടൊന്ന് പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലാത്ത സമയമാണ്. കാരണം ഞാൻ ട്രേഡിൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേവരെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. അപ്പം എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞൊക്കെ അവരോട് സംസാരിച്ചതായിരിക്കും. അവർ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളൊരിക്കലും അവരോട് ചാടിക്കയറി ചൂടായി സംസാരിക്കുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യരുത്. എപ്പോഴും നമ്മൾ കൂളായിട്ട് നിൽക്കാണ്ട് അവരോട് സംസാരിക്കുക. അതുകൂടാണ്ട് അതേപോലെ തന്നെ ഞാൻ ഫേസ് ചെയ്ത വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അക്കൗണ്ട്, അതായത് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് വിസ കാർഡില്ല.
ഞാൻ പകരം ചെയ്തെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വിസ കാർഡ് യൂസ് ചെയ്താണ് പർച്ചേസ് ചെയ്ത് വെച്ച അക്കൗണ്ട്. ആ പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ നേരിട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരാളുടെ പേരിലുള്ള വിസ കാർഡാണല്ലോ. ആ ടൈമിൽ എൻ്റെ അക്കൗണ്ട് റിജക്റ്റ് ചെയ്തു. ഞാനത് പർച്ചേസ് ചെയ്തു, അതിൽ ട്രേഡ് എടുത്തു, ഫേസ് 1 ഫേസ് 2 പാസ്സായി, ഫണ്ടഡ് അക്കൗണ്ട് കിട്ടി. ഫണ്ടഡ് അക്കൗണ്ട് റിസ്ട്രീം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ അറിയാണ്ട് എൻ്റെ KYC ഞാൻ അപ്ഡേറ്റ് ചെയ്തു അതിലേക്ക്. അതായത് എൻ്റെ KYC അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കാര്യങ്ങളും ആണ് ഇവർ എനിക്ക് മെയിൽ അയച്ച റിസ്ട്രീം അക്കൗണ്ട് റിജക്റ്റ് ചെയ്തേക്കണേണ്, നിങ്ങളുടെ പേരെല്ലാം അക്കൗണ്ടിൽ പർച്ചേസ് ചെയ്തേക്കുന്ന ബില്ലിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചാറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവർ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ഇവാലുവേഷൻ എല്ലാം ചെയ്തതിന് ശേഷം, അതായത് 2 അക്കൗണ്ട്, നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ടും നമ്മുടെ ട്രേഡ് എടുത്തിരിക്കുന്ന ഫേസ് 1 ഫേസ് 2 അക്കൗണ്ടും കാര്യങ്ങളും അവർ റീവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു മെയിൽ അയച്ചിരുന്നു. അതായത് അങ്ങനെ വരുമ്പോഴത്തേക്കും മണി ലോണ്ടറിങ് എന്ന രീതിയാവും. ഇപ്പം നിങ്ങൾ 2 അക്കൗണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ട്, പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും കാര്യങ്ങളും പാലിച്ചും കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബൈ മിസ്റ്റേക്ക് അറിയാണ്ട് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഈ കാർഡിൻ്റെ ഇഷ്യൂ. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഒരു വീഡിയോയിലും ഞാൻ തപ്പിയിട്ടൊന്നും കണ്ടിട്ടില്ല എന്ന്. അപ്പം ഇത് ഇവർ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ എന്നില്ല. നമ്മളിപ്പോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് KYCയുടെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് KYC വരിക എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുന്ന ടൈമിലായിരിക്കും. ആ ടൈമിൽ നമ്മൾ അതിനകത്ത് KYC അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അത് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയതിന് ശേഷം ഞാൻ KYC എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് വന്നൊരു ഇഷ്യൂ ആണത് മേജർലി. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ആയിരുന്നു, നമ്മൾ ചാടിക്കരോട് ചൂടാവാനൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു ഞങ്ങൾ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് തരാം. അതായത് ആരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പർച്ചേസ് ചെയ്തത് അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് തരും. അതിനുശേഷം രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ കാർഡ് വെച്ചിട്ടോ വിസ കാർഡ് വെച്ചിട്ടോ ഇത് പർച്ചേസ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിസ കാർഡ് കാര്യങ്ങളില്ല, അതല്ലെങ്കിൽ ക്രിപ്റ്റോ വഴി പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് ഒരു വിസ കാർഡിന് രണ്ടാമത് അപ്ലൈ ചെയ്തു. എന്നിട്ട് എൻ്റെ വിസ കാർഡ് വെച്ചിട്ട് ഞാൻ രണ്ടാമത് പർച്ചേസ് ചെയ്തു. അപ്പം നമുക്കുള്ള സൊല്യൂഷൻസ്, അതായത് 5RS എന്ന് പറയുന്ന ഈ ഫണ്ടിങ് ഫേം നമുക്കുള്ള എല്ലാ സൊല്യൂഷൻസും അവർ പറഞ്ഞു തരും. നമുക്ക് എന്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. യാതൊരു കാരണം വെച്ചാലും ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ 2 അക്കൗണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ലോങ് ആണെങ്കിൽ, അല്ല നിങ്ങൾ താമസിക്കുന്നത് ഇന്ന സ്ഥലത്താണെങ്കിൽ, 2 IP 2 ലൊക്കേഷനും ആണെങ്കിൽ, നിങ്ങൾ IP ലോഗിൻ ചെയ്യണതിന് മുമ്പ്, അതായത് നിങ്ങൾ റിയൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യണതിന് മുമ്പ് ജസ്റ്റ് അവർക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, എനിക്കിങ്ങനൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചാൽ മതി. അവരപ്പോൾ കറക്റ്റായിട്ട് അതിനുള്ള സൊല്യൂഷൻ തരും. എനിക്കിങ്ങനെ വന്നിട്ട് എൻ്റെ സൊല്യൂഷൻ തന്നതാണ് അവർ. എനിക്ക് സക്സസ്ഫുള്ളി ആയിട്ട് അത് അവർ ചെയ്തു തന്നു. ഞാൻ അങ്ങനെയാണ് ട്രേഡ് എടുത്തത്. ഞാൻ ട്രേഡ് എടുത്ത് പേ ഔട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. യാതൊരു കാരണം വെച്ചാലും നിങ്ങളൊരു ടെൻഷനും ഒന്നും അടിക്കണ്ട. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ IP അഡ്രസ്സിനെ കുറിച്ചിട്ട് കുറേ പേരും ചോദിക്കുന്നുണ്ട്. IP അഡ്രസ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് ഇപ്പം ഇങ്ങനെ 2 സ്ഥലങ്ങൾ കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുമ്പോഴോ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ജെന്യൂനായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ പേ ഔട്ടും തരും. അതുകൂടാണ്ട് നിങ്ങൾ അവരെ മുൻകൂട്ടി അറിയിക്കണമെന്നേ ഉള്ളൂ. അതിനുള്ള വഴിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നോട്ട് വരുന്ന ഓരോരോ വീഡിയോകളിൽ ഉണ്ടാവുന്നതാണ് കറക്റ്റായിട്ട്. അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ആരും ടെൻഷൻ ഒന്നും അടിക്കാണ്ട് ട്രേഡ് എടുക്കുക, എല്ലാവരും നല്ല രീതിയിൽ പോകട്ടെ എന്നിരിക്കുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിനുള്ള എല്ലാ സൊല്യൂഷൻസും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് ഓർത്തൊന്നും ആരും ടെൻഷൻ ആവണ്ട. പിന്നെ നമുക്ക് ഇന്നലെ കിട്ടിയൊരു പുതിയ അക്കൗണ്ടാണിത്. ഇന്നലെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയുള്ളൂ, നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. വേണ്ട, ഫ്രൈഡേ നമ്മുടെ കയ്യിൽ അക്കൗണ്ട് വന്നു. സാറ്റർഡേ സൺഡേ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. ഇന്ന് ഈ അക്കൗണ്ടിൽ നമ്മൾ ട്രേഡും കാര്യങ്ങളും എടുക്കാനായിട്ടുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു 20K അക്കൗണ്ടാണ് കിട്ടിയത്. നമുക്ക് സന്തോഷമുണ്ട് അക്കൗണ്ട്സ് ഇങ്ങനെ കിട്ടുന്നതിൽ.
വളരെയധികം ഹാപ്പി ഉണ്ട്. അത്രയും കസ്റ്റമേഴ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത അക്കൗണ്ട് തന്നെയിൽ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഫണ്ടഡ് അക്കൗണ്ട് എടുക്കണം, അഥവാ നിങ്ങൾക്ക് വർക്ക് ബിസിയും കാര്യങ്ങളുള്ളവരായിരിക്കാം, എന്തുമാവാം, നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു ടൈം കിട്ടുന്നില്ല ട്രേഡിങ് കാര്യങ്ങളും മുമ്പിലേക്ക് നോക്കി കൊണ്ടുപോകാനായിട്ട് എന്നുണ്ടെന്നുള്ളവർക്കും നമ്മുടെ അടുത്ത അക്കൗണ്ട് ഹാൻഡിലിങ്ങിന് തരാം. നമ്മൾ ഭംഗിയായിട്ട് അവർക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഫേസ് 1 ഫേസ് 2 പാസ് ചെയ്ത് നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ടും കയ്യിൽ തന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് നമ്മളതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. യാതൊരു കാരണവശാലും നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട. ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ചുള്ള എൻക്വയറീസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നമുക്ക് എൻക്വയറി ചെയ്യുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി അടിക്കുക. നമ്മുടെ ഇവിടെ കിട്ടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് തരുന്നതായിരിക്കും. കാരണം ഇതിന് മുമ്പ് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമ്മുടെ കയ്യിൽ അക്കൗണ്ട് സർവീസ് തന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരും. കാരണം നമ്മൾ എത്ര നൈറ്റ് ആണെങ്കിലും ലൈവ് റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ഇനി അക്കൗണ്ട് ഹാൻഡിലും കാര്യങ്ങളും വേണമെന്നുള്ളവരും എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കേണ്ടതെന്ന് അറിയാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിലിൽ കോൺടാക്ട് ചെയ്യാം, നമ്മളെ വിളിക്കാം, നമ്മൾ അതിനുള്ള സൊല്യൂഷനൊക്കെ തരും. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പറയണേ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരാൻ പോണത് എങ്ങനെയാണ് KYC അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതുവരെ ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് KYC അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ പൊതുവെ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ വരുന്നുണ്ട് എങ്ങനെയാണ് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് വരുന്ന ദിവസം നിങ്ങൾക്ക് KYC അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മാൻഡറേറ്ററി ആയിട്ട് KYC അപ്ഡേറ്റ് ചെയ്യാൻ അവർ പറയും. എന്നിട്ടേ നിങ്ങൾക്ക് അവർ ലൈവ് അക്കൗണ്ട് കയ്യിൽ തരുള്ളൂ. നിങ്ങളുടെ KYCയും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് റിവ്യൂലായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 72 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ട് കയ്യിലേക്ക് കിട്ടും. അതാണ് പ്രൊസീജിയർ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. നമ്മുടെ മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മെയിൽ അയച്ചാൽ തന്നെ നമ്മളപ്പം തന്നെ റെസ്പോണ്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അക്കൗണ്ടിനെ കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് വിളിച്ചു, നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. അതേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട് ഹാൻഡിലിംഗ് വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മളത് പാസ്സാക്കി തന്നിരിക്കും. 100% ഗ്യാരണ്ടിയാണ് നമ്മൾ പാസ്സാക്കി തരും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ, നല്ല പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ട്രേഡ് എൻ്റർ ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വരച്ചിരിക്കുന്ന നമ്മുടെ ലൈൻ എത്തുമ്പോഴത്തേക്കും നമ്മളവിടെ എൻ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. താങ്ക് യു.